തിരുവനന്തപുരത്തിലെ ബാലരാമപുരം എന്ന പേര് അറിയാത്തവരായി ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മുടെ യാത്ര ബാലരാമപുരത്തേക്കാണ്. അന്തിക്കാട് എന്നായിരുന്നു ബാലരാമപുരം പണ്ടറിയപ്പെട്ടിരുന്നത്. കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഈ ബാലരാമപുരം. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തിരുവിതാംകൂർ രാജാവ് ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് ഈ പ്രദേശത്ത് കൈത്തറി നെയ്ത്ത് ആരംഭിച്ചത്. ഇനി കഥയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് അന്തിക്കാട് ബാലരാമപുരമായി മാറിയത്? 1798 16ാമത്തെ വയസ്സിൽ തന്റെ അമ്മാവനായ ധർമ്മരാജയിൽ നിന്നും അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ സിംഹാസനം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ദിവാനായിരുന്നു ഉമ്മിണിത്തമ്പി. രാജാവിന്റെ പ്രീതി പറ്റാൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ മഹാരാജാവിനും കുടുംബത്തിനും വസ്ത്രങ്ങൾ നെയ്യാനായിട്ട് തമിഴ്നാട്ടിലെ വള്ളിയൂരിൽ നിന്നും നാഗർകോവിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും ഷാലിയാർ സമുദായത്തിൽപ്പെട്ട 7 നെയ്ത്ത് കുടുംബങ്ങളെ ബാലരാമപുരത്തേക്ക് കൊണ്ടുവന്നു. ഇവർ രാജകുടുംബത്തിന് വേണ്ടി മേന്മയേറിയ വസ്ത്രങ്ങൾ നെയ്തു തുടങ്ങി. സ്വർണം പൂശിയ വെള്ളി നൂല് അഥവാ സരി ഉപയോഗിച്ച് ആരെയും മോഹിപ്പിക്കുന്ന മനോഹരമായ വസ്ത്രങ്ങൾ അവർ നെയ്തു തുടങ്ങി. പിന്നീട് നെയ്ത്തുകാർ നിർമ്മിച്ച വസ്ത്രങ്ങൾ രാജകുടുംബത്തിന്റെ പ്രമുഖന്മാരുടെ ഇടയിൽ ചർച്ചാ വിഷയം. താമസിക്കാതെ സ്വർണ്ണ കസവും മുണ്ടും തിരുവനന്തപുരത്തിന് സ്വന്തമായി. ഇങ്ങനെ പേരുകേട്ട കസവിന്റെ നാടിന് അദ്ദേഹത്തിന്റെ ദിവാൻ ഉമ്മിണിത്തമ്പി രാജാവിന്റെ പ്രീതി വിട്ടാനായിട്ട് ഇനി മുതൽ അന്തിക്കാട് ബാലരാമവർമ്മപുരം എന്ന് ചാർത്തിക്കൊടുത്തു. ബാലരാമവർമ്മപുരം ക്രമേണ പറഞ്ഞു പറഞ്ഞ് ബാലരാമപുരവുമായി.